السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا മുഹമ്മദ്. വിശുദ്ധ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നടന്ന ഒരു പോരാട്ടമായിരുന്നല്ലോ ബദർ യുദ്ധം. ഒരിക്കലും മുസ്ലിമീങ്ങളാകുന്ന ആളുകൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അവിടുത്തെ അനുചരന്മാരോ ഒരു യുദ്ധം പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ യുദ്ധം ചെയ്യണമെന്ന ആഗ്രഹത്തോടുകൂടെ പുറപ്പെട്ടതായിരുന്നില്ല ബദറിലേക്ക്. മറിച്ച് മുസ്ലിമീങ്ങളുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ച് അതുകൊണ്ട് കച്ചവടം ചെയ്ത് വലിയ ലാഭമുണ്ടാക്കി മുസ്ലിമീങ്ങൾക്കെതിരെ തിരിയാൻ വേണ്ടി ശ്രമിക്കുന്ന ശത്രുക്കളിൽ നിന്നും മുസ്ലിമീങ്ങളുടെ അവകാശം, അവർ മക്കയിൽ ഇട്ടേച്ചു വന്ന സ്വത്തുക്കൾ അവരിൽ നിന്ന് തിരിച്ചു പിടിക്കുക എന്നൊരൊറ്റ ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ടായിരുന്നു മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വളരെ കുറഞ്ഞ സ്വഹാബത്തും അവരെ തേടിപ്പോയത്. പക്ഷേ അവർ വലിയൊരു യുദ്ധസന്നാഹവുമായിട്ടാണ് മുസ്ലിമീങ്ങളെ എതിരിടാൻ വേണ്ടി അവർ മക്കയിൽ നിന്നും പുറപ്പെട്ടു വന്നത്. അവർ സർവ്വസജ്ജരായിരുന്നു. എല്ലാ നിലക്കും എല്ലാ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുമായി അവർ വന്നു. പക്ഷേ മുസ്ലിമീങ്ങളാകുന്ന ആളുകൾക്ക് അവരുടെ കയ്യിൽ ആയുധങ്ങളോ മറ്റോ ഇല്ലാതെ വളരെ വിരലെണ്ണാവുന്ന അതല്ലെങ്കിൽ വളരെ കുറഞ്ഞ 300 ചില്ലാനം സ്വഹാബത്ത് മാത്രമാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ശത്രുക്കൾക്കെതിരെ അവരെ തടഞ്ഞു നിർത്താൻ വേണ്ടി പുറപ്പെട്ടിരുന്നത്. പക്ഷേ അത് അവസാന യുദ്ധത്തിൽ കലാശിക്കുമ്പോൾ യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളിലേക്ക് നോക്കുമ്പോൾ ഒരു ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തോ വെറും 300 ചില്ലാനം ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ഈ സമുദായത്തെ, ഈ സംഘത്തെ, ഈ ചെറു സംഘത്തെ നീ വിജയിപ്പിക്കണമെന്നുള്ള പ്രാർത്ഥന നടത്തി. അതിൻ്റെ ഫലമായി അല്ലാഹു തആല ആയിരക്കണക്കിന് മലക്കുകളുടെ സഹായത്തോടുകൂടെ മഹാന്മാരാകുന്ന സുഹാബുൽ ബദറിന് അള്ളാഹു വലിയ വിജയം നൽകിയ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടതായി കാണാൻ സാധിക്കും. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിൻ്റെ തലേ ദിവസം മുശ്രിക്കുകളിലേക്ക് നോക്കിക്കൊണ്ട് അതുപോലെ തന്നെ സ്വഹാബത്തിലേക്ക് നോക്കിക്കൊണ്ട് അവിടുന്ന് നടത്തിയ പ്രാർത്ഥന ഹദീസിൽ കാണാം. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്നതായി കാണാം. മഹാനവർ പറയുന്നുണ്ട്, ലമ്മാ കാന യൗമു ബദർ യുദ്ധ ദിവസം നളറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലൽ മുശ്രിക്കീൻ വഹും ഉൽഫുൻ, ആയിരക്കണക്കിന് വരുന്ന മുശ്രിക്കുകളുടെ ശത്രുക്കളിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ നോക്കുന്നു. വ അസ്ഹാബുഹു, അവിടുത്തെ സഹാബത്തോ 319 റജുലൻ, വെറും 319 ആളുകൾ മാത്രമാണുള്ളത്. അങ്ങനെ വലിയൊരു സംഘമാണ് ഈ ചെറിയ പാവപ്പെട്ട നോമനുഷ്ഠിച്ച് ഭക്ഷണം കഴിക്കാനില്ലാതെ കുടിക്കാൻ വെള്ളം പോലുമില്ലാതെ പ്രയാസപ്പെടുന്ന ഇവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി സർവ്വസന്നാഹങ്ങളുമായി നിൽക്കുന്നത്. ഇത് കണ്ട മാത്രയിൽ ഫസ്തഖബല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖിബല, അവിടുന്ന് ഖിബലയിലേക്ക് മുന്നിട്ടുകൊണ്ട് തുമ്മ മദ്ദ യദൈഹി ഫദഅല യഹ്തിഫു ബിറബ്ബിഹി, അവിടുന്ന് ഇരു കരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അവിടുന്ന് അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടെ ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅദ്തനി അല്ലാഹുമ്മ ആതി മാ വഅദ്തനി, അള്ളാഹുവേ നീ എന്നോട് വാഗ്ദാനം ചെയ്ത് ഉടമ്പടി ചെയ്ത കാര്യങ്ങൾ എനിക്ക് പൂർത്തീകരിച്ചുകൊണ്ട് അല്ലാഹ് എൻ്റെ ഉടമ്പടി നീ നിറവേറ്റിത്തരണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാം, ഈ ഇസ്ലാമിൻ്റെ ചുണക്കുട്ടികളാകുന്ന ഈ കാവൽ ഭടന്മാരാകുന്ന ഇവർ, ഈ കുറഞ്ഞ ഈ സംഘം ഇതെങ്ങാനും ഇവിടെ നശിപ്പിക്കപ്പെടുകയാണ് എങ്കിൽ ലാ തുഅബദു ഫിൽ അർള്, ഭൂമിയിൽ നിനക്ക് ആരാധിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഈ സംഘത്തെ നീ വിജയിപ്പിക്കണം, എന്നോട് നടത്തിയ വാഗ്ദാനം നീ പൂർത്തീകരിച്ചു തരണമെന്ന് വിനയത്തോടുകൂടെ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങേയറ്റം താണുകൺ അപേക്ഷിക്കുകയാണ്. ആ ദുആഇൻ്റെ ഫലമായി അല്ലാഹു തആല ആയിരക്കണക്കിന് വരുന്ന മലക്കുകൾ അല്ലാഹു തആല ഇറക്കി കൊടുത്തു. മഹാന്മാരാകുന്ന അസ്ഹാബുൽ ബദറിലൂടെ, ഇസ്ലാമിൻ്റെ കാവൽ ഭടന്മാരാകുന്ന ബദരീങ്ങളിലൂടെ ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ഇസ്സത്ത് അല്ലാഹു തആല ഇവിടെ ഉയർത്തി കാണിക്കുകയാണുണ്ടായത്. മഹാന്മാരാകുന്ന സ്വഹാബുൽ ബദർ അവർ സഹിച്ച ത്യാഗം, അത് നാം അവരെക്കുറിച്ച് പഠിക്കുമ്പോൾ വ്യക്തമായും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അസ്ഹാബുൽ ബദറിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെല്ലാവരെയും ഇരുലോക വിജയികൾ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.